ॐ शं नो मित्रः शं वरुणः शं नो भवत्वर्यमा शं न इन्द्रो बृहस्पतिः शं नो विष्णुरुक्रमः नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वमेव प्रत्यक्षं ब्रह्म वदिष्यामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तत्वक्तारमवतु अवतु माम् अवतु वक्तारम् ॐ शान्ति शान्ति शान्तिः ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः ओमश्चन्दसामृषभो विश्वरूपः छन्दोभ्योऽद्यमदात् सम्बभूव समेन्द्रो मेधया आस्पृणोतु अमृतस्य देवधारणो भूयासं शरीरं मे विचर्षणं जिह्वा मे मधुमत्तमा कर्णाभ्यां भूरि विश्रुवं ब्रह्मणः कोशोऽसि मेधया विहितः श्रुतं मे गोपाय ॐ शान्ति शान्ति शान्तिः ॐ रक्षस्यरेरिव कीर्तिपृष्ठं गिरेरिव ऊर्ध्वपवित्रो वाजनीवः सुमुदमस्मि द्रविणगं सवर्चसं सुमेधामुदोक्षितः इति त्रिशङ्कोर्वेदानुवचनम् ॐ शान्ति शान्ति शान्तिः ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः ओमाप्यायन्तु ममाङ्गानि वाक्प्राणश्चक्षुः श्रोत्रमथोबलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्म उपनिषदम् माहं ब्रह्म निराकुर्यात् मा ब्रह्म निराकरोत् अनिराकरणमस्तु निराकरणं मे अस्तु तदात्मनि निरतेय उपनिषत्सु धर्मास्ते मयि सन्तु ते मयि सन्तु ॐ शान्ति शान्ति शान्तिः ॐ वाक् मे मनसि प्रतिष्ठिता मनो मे वाचि प्रतिष्ठिता आविराविर्मयेदि वेदस्य माणिस्तः श्रुतं मे मा प्रहासीरनेनाधीतेन होरात्रान् सन्ददामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तत्वक्तारमवतु अवतु माम् अवतु वक्तारम् ॐ शान्ति शान्ति शान्तिः ॐ भद्रं नो अभिवादयमनः ॐ शान्ति शान्ति शान्तिः ॐ भद्रं कर्णेभिः शृणुयामदेवाः भद्रं पश्येमाक्षभिर्यजत्राः स्थिरैरङ्गैः सुष्ठुवागुंसस्तनुभिः व्यशेम देवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्ताक्ष्यो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्ददातु ॐ शान्ति शान्ति शान्तिः ॐ यो ब्रह्माणां विददाति पूर्वं यो वै वेदांश्च प्रहिणोति तस्मै संहदेवमात्मबुद्धिप्रकाशं मुमुक्षुर्वै शरणमहं प्रपद्ये ॐ शान्ति शान्ति शान्तिः ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्यासम्प्रदायकर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगद्धो ब्रह्मैवाहमस्मि ब्रह्मैवाहमस्मि
ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മൾ ബ്രഹ്മസൂത്രത്തിൻ്റെ ആദ്യത്തെ സൂത്രം അഥാദോ ബ്രഹ്മജിജ്ഞാസ. അഥ ബ്രഹ്മജിജ്ഞാസ, അനന്തരം അതുകൊണ്ട് ബ്രഹ്മജിജ്ഞാസ. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കണ്ടു അനന്തരം. അനന്തരം എന്ന വാക്കാണ് അഥ കൊണ്ടുദ്ദേശിക്കുന്നത്. ഇപ്പോൾ എന്തിനു ശേഷം? ഇപ്പോൾ സാധനാ ചതുഷ്ടയ സമ്പത്തിക്ക് ശേഷം. സാധനാ ചതുഷ്ടി സമ്പത്തി ഉള്ളവർ മാത്രമേ ബ്രഹ്മത്തെ അന്വേഷിക്കാവൂ? അങ്ങനെയില്ല. മുമുക്ഷുത്വം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. ബാക്കി വഴിയെ അറ്റൈൻ ചെയ്തുകൊണ്ടാൽ മതി. ബ്രഹ്മജ്ഞാനം, ബ്രഹ്മപ്രാപ്തി ഉണ്ടാവണമെങ്കിൽ ഈ സാധനാ സമ്പത്തി, അധികാര സമ്പത്തി ഉണ്ടാവണം. അപ്പോൾ തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് ക്രമേണ ആഡ് ചെയ്തോളുക. ഇപ്പോൾ സാധനാ ചതുഷ്ടയ സമ്പത്തിക്ക് ശേഷം ബ്രഹ്മജിജ്ഞാസ എന്ന് വെച്ചാൽ ആത്മാനുഭവം ഉണ്ടാവണമെങ്കിൽ ഈ സാധന, ഈ അധികാരി ചതുഷ്ടയം ആവശ്യമാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിക്കൊണ്ടിരുന്നത്. നിത്യാനിത്യ വസ്തുവിവേക, ഇഹാമുത്രാർദ്ധ ഭോഗവിരാഗ, ശമദമാദി സാധനാ സമ്പത്ത്, മുമുക്ഷുത്വം ച. അപ്പം ഈ 4 സാധനങ്ങൾ ഉണ്ടെങ്കിൽ ബ്രഹ്മജിജ്ഞാസ ചെയ്താൽ അത് ഫലവത്തായിത്തീരും. അപ്പം എന്തൊക്കെയാണ്? നിത്യാനിത്യ വസ്തുവിവേകം. എന്താണ് നിത്യം, എന്താണ് അനിത്യം? അപ്പോൾ നിത്യമല്ലാത്ത സാധനങ്ങളുടെ പിറകെ പോയി കഴിഞ്ഞാൽ ജീവിതം പാഴായിപ്പോവും. അപ്പോൾ സാധാരണ ആൾക്കാരെല്ലാം അനിത്യമായ വസ്തുക്കൾ നേടാനും അതുകൊണ്ട് സുഖം ലഭിക്കുമെന്ന പ്രതീക്ഷയാൽ ജീവിതം ഇങ്ങനെ വണ്ടിക്കാളകളെ പോലെ വലിച്ചുകൊണ്ടേ പോകും. അപ്പോൾ അതിനൊരു പ്രതീക്ഷ, വണ്ടിക്കാളയ്ക്കൊരു പ്രതീക്ഷ കാണും, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തൃപ്തി കിട്ടുമെന്ന്. അപ്പോൾ മനുഷ്യർ ഇങ്ങനെ വണ്ടിക്കാളകളെ പോലെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാതെ പൂർണ്ണമായ എഫർട്ട് ഇട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ജീവിത ഭാരങ്ങളെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിത്യങ്ങളായ ഫലങ്ങളെ നേടുവാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവസാനം എന്ത്? വണ്ടിക്കാളകളുടെ ഫലമാണ് ഉണ്ടാകുന്നത്. വണ്ടിക്കാളകൾ എന്ത് ചെയ്യും? അവസാനം ഇറച്ചിക്കായിട്ട് അറവ് ശാലയിലേക്ക് കൊടുക്കും. അപ്പം അതുപോലെ മനുഷ്യൻ മൃത്യുവിനായിട്ട് വശംവദനായിട്ട് ഈ ജീവിതം നഷ്ടപ്പെടുത്തും. അപ്പോൾ നിത്യാനിത്യ വസ്തുവിവേകം ലവലേശമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബ്രഹ്മജ്ഞാന ചിന്തയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തത്തുള്ളൂ, അതിനുവേണ്ടി ശ്രമിക്കത്തുള്ളൂ. കാരണം അനിത്യമായ വസ്തുക്കളുടെ പിറകിൽ ഞാൻ എന്തിനു പോകണം? അനിത്യമായ വസ്തുക്കളുടെ പിറകിൽ പോയി കഴിഞ്ഞാൽ ഫലമില്ല. അപ്പോൾ അങ്ങനെ അത്രയും ഒരു വകതിരിവ് വന്ന ഒരു മനുഷ്യന് മാത്രമേ ബ്രഹ്മജിജ്ഞാസ. ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. ഇവിടുത്തെ ഈ കുടുംബത്തിലും എൻ്റെ ധനത്തിലും എൻ്റെ ജോലിയിലും ഒക്കെ വളരെ ഹാപ്പിയാണ്. ഞാൻ എന്തിന് ബ്രഹ്മത്തെ അന്വേഷിക്കണം? അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ബ്രഹ്മജിജ്ഞാസ ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അവർക്ക് ഈ കാണുന്ന ഭൗതികങ്ങളായ കാര്യങ്ങളെ കൊണ്ട് ശരീരം ക്ഷീണിപ്പിക്കുകയും ആയുസ് നഷ്ടപ്പെടുത്തുകയും മാത്രമേ ഉള്ളൂ എന്ന് ഒരു തിരിച്ചറിവുണ്ടായാൽ മാത്രമേ നിത്യമായ ബ്രഹ്മത്തെ അന്വേഷിക്കാനുള്ള ഒരു ബുദ്ധി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നിത്യാനിത്യ വസ്തുവിവേകം ഇല്ലാത്ത ആരും ബ്രഹ്മജിജ്ഞാസ ചെയ്യാനായിട്ട് മുതിരത്തില്ല. അപ്പം അതുകൊണ്ട് നിത്യാനിത്യ വസ്തുവിവേകം അവശ്യം ഉണ്ടാവേണ്ടതാണ്. ഇനി ഇഹാമുത്രാർദ്ധ ഭോഗവിരാഗ, ഈ ലോകത്തിനും പരലോകത്തിനുമുള്ള ഭോഗങ്ങളോട് വിരാഗം.
അപ്പോൾ ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള സുഖങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ബ്രഹ്മത്തെ അന്വേഷിക്കാനായിട്ട് പുള്ളിക്ക് സമയമുണ്ടാകത്തില്ല. ഈ ലോകത്തിലെ ഭോഗങ്ങൾ അനുഭവിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യാർത്ഥമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ ഭോഗത്തിനായിട്ട് എന്തു ചെയ്യും? നമ്മുടെ സമയം ഫുൾ ടൈം എഫർട്ട് കൊടുത്താലേ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭോഗങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റും. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഭോഗങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി എഫർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളിന് ബ്രഹ്മത്തെ അറിയുവാനായിട്ട് സാധ്യമല്ല. ഇനി ഇഹ അമുത്ര, ചില ആൾക്കാർ ഇവിടുത്തെ ഭോഗങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. പക്ഷെ അതെന്തിനു വേണ്ടിയാണ്? അവർ പരസ്യമായിട്ട് പറയുന്നുണ്ട്, പരലോകത്ത് മരിച്ച് സ്വർഗത്തിൽ ചെന്നാൽ ഭോഗങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കും. അപ്പം ആ ഭോഗങ്ങൾ അനുഭവിക്കാൻ, പരലോക ഭോഗങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയാണ് ഈ ശ്രമിക്കുന്നതെന്ന് പറയും. അപ്പോൾ പരലോക ഭോഗങ്ങൾക്ക് വേണ്ടി അതിൻ്റെ കാര്യസിദ്ധ്യർത്ഥം ഉപാസനകളും യജ്ഞങ്ങളും അല്ലെങ്കിൽ മറ്റ് കഠിനങ്ങളായ വ്രതങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ ബ്രഹ്മത്തെ അന്വേഷിക്കാനായിട്ട് എന്തുണ്ടാകത്തില്ല? സമയം ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ സാധാരണ ആൾക്കാർ വിചാരിക്കും ഇവർ വളരെ ഈശ്വരഭക്തന്മാരും വളരെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവരെന്തിനു വേണ്ടിയാണ്? അമുത്ര ഫലങ്ങളെ നേടാൻ വേണ്ടി കഠിനമായ സാധനങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇവിടുത്തെ ഈ ബ്രഹ്മജ്ഞാനത്തെ അന്വേഷിക്കാനായിട്ട് അവർക്ക് സമയമില്ല. അപ്പം അങ്ങനെയുള്ളവരും ഈ ബ്രഹ്മജിജ്ഞാസ ചെയ്യാനായിട്ട് യോഗ്യരായി വരില്ല. ശമദമാദി സാധന സമ്പത്തി. എന്തൊക്കെയാണ് ശമദമാദി സാധന സമ്പത്തി? ശമം, ദമം, തിദിക്ഷ, ഉപരതി, ശ്രദ്ധ, സമാധാനം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണം. ശമം എന്ന് വെച്ചാൽ മനസ്സിന് ഏതാണ്ടൊക്കെ ഒരു അടക്കം വരണം. ലൗകിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പറ്റത്തില്ല. അവൻ മിഥ്യാചാരനായി പോകും. നിങ്ങൾ വേദാന്തത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ഭൗതിക കാര്യങ്ങളെക്കുറിച്ചും മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളെന്താണ്? ഗീതയിൽ ഭഗവാൻ പറയുന്ന പോലെ മിഥ്യാചാരനായിത്തീരും. നിങ്ങൾ ശരിക്ക് ബ്രഹ്മത്തെ അന്വേഷിക്കാൻ പുറപ്പെട്ടവനല്ല. അപ്പം മനസ്സിനൊരടക്കം ഉണ്ടാവണം. ശമം. അതിന് ശേഷം ഇന്ദ്രിയങ്ങളെ പാട്ടിലാക്കണം. ഇന്ദ്രിയങ്ങൾ അവയ്ക്ക് തോന്നുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ബ്രഹ്മ ചിന്തയിലും ബ്രഹ്മ അന്വേഷണത്തിലും നിങ്ങൾക്ക് തീവ്രതയോ അല്ലെങ്കിൽ ശ്രദ്ധയോ ഏകാഗ്രതയോ ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രിയങ്ങളും അടങ്ങി വരണം. ദമം. ഇനി തിദിക്ഷ, സഹിക്കാനുള്ള, മറ്റുള്ളവരൊക്കെ ഉപദ്രവിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അതെല്ലാം ക്ഷമിക്കാനും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കാനും പ്രതികാരം ചെയ്യാതിരിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്ഥിതി അറ്റൈൻ ചെയ്യണം. അപ്പോൾ ഈ നമ്മൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മളെ നോക്കി കുരയ്ക്കുന്ന എല്ലാ പട്ടികളെയും കല്ലെറിയാനായിട്ട് നിന്നാൽ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തുമോ? മുഹൂർത്തത്തിന് ഒരു കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങി തിരിച്ചു. പോകുന്ന വഴിക്ക് കുരയ്ക്കുന്ന പട്ടികളെയെല്ലാം മര്യാദ പഠിപ്പിച്ചിട്ട് ഞാൻ കല്യാണത്തിന് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് എത്തിച്ചേരാൻ പറ്റത്തില്ല. അപ്പം അതുപോലെ ഈ നമ്മളെ എതിർക്കുന്നവരെയും ദ്രോഹിക്കുന്നവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അവരെ അങ്ങ് ഇഗ്നോർ ചെയ്ത് വിടുക. അവരോട് പ്രതികാരം ചെയ്യാനും അവരോട് പകരം ചോദിക്കാനും ഒക്കെ നിന്നാൽ നമ്മുടെ സമയം എന്ത് പറ്റും? ബ്രഹ്മജിജ്ഞാസയ്ക്ക് നിങ്ങളുടെ സമയം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തിദിക്ഷ മാത്രമല്ല, കാമക്രോധാദികളെന്ന് പറയുന്ന ക്ഷോഭങ്ങളാണ്, മനസ്സിൻ്റെ ക്ഷോഭങ്ങളാണ്. മനസ്സിനെ ക്ഷോഭിച്ചിരിക്കുന്ന ഒരാൾക്ക് ഈ ബ്രഹ്മജിജ്ഞാസ ചെയ്യുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് തിദിക്ഷ പാലിക്കുക. അഥ ശമ, ദമ, തിദിക്ഷ, ഉപരതി. കാമ്യകർമ്മങ്ങളിലും കഷ്ടപ്പെട്ടുള്ള ഓരോരോ ഉപാസനകളിലും ഒക്കെ ഒരുപാട് സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ബ്രഹ്മജിജ്ഞാസയ്ക്ക് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഈ വേണ്ടാത്ത ആവശ്യമില്ലാത്ത കർമ്മങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക? ശരീരവും മനസ്സും ഒക്കെ പിൻവലിക്കുക. കുറച്ച് സമയമെങ്കിലും അടങ്ങിയിരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവുക. അപ്പം അതിനെയാണ് ഉപരതി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ
മനസ്സിനുണ്ടാകുന്ന ഒരു അവസ്ഥ. വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുമ്പോഴും ഈ ശമതമാദികളൊക്കെ ശീലിക്കുമ്പോഴും ഒക്കെ നിങ്ങളുടെ മനസ്സിന് വന്നു ചേരുന്ന ഒരവസ്ഥയാണ് സമാധാനം. അങ്ങനെ സമാധാനമായിട്ട് മനസ്സിനെ ഇരുന്നാൽ മാത്രമേ ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും വായിക്കാനും ഈ ബ്രഹ്മസൂത്രം പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ എന്താണ് ഈ സൂത്രം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നൊക്കെ ആലോചിക്കാനും ഒക്കെ ഉള്ളൊരു സമയവും മനസ്സിന് അതിനുള്ള ഒരു സാവധാനവും ഉണ്ടാവണമെങ്കിൽ ഈ ശമതമാദി ഷഡ്ഗുണ സമ്പത്തി ഉണ്ടാവണം. മുമുക്ഷുത്വം, എനിക്ക് ബ്രഹ്മത്തെ അറിയണം എന്നുള്ളൊരു ചിന്തയെ വരണം. അപ്പോൾ എനിക്കിനി ഒന്നും അറിയാനില്ല, എനിക്ക് ഇവിടെ ഒന്നും അറിയാനില്ല, എനിക്കെല്ലാം മനസ്സിലായി. അപ്പം അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ, ബ്രഹ്മസൂത്രം, ഉപനിഷത്ത് തുടങ്ങിയ ഗ്രന്ഥങ്ങളൊന്നും പഠിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഇത് പഠിക്കണം, ഇതിനറിയണം, ബ്രഹ്മത്തെ അറിയണം എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവണം. അത് മുമുക്ഷുത്വമാണ്. അപ്പം ഇങ്ങനെ ഈ 4 സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ബ്രഹ്മജ്ഞാനത്തിന് പാത്രമായി ഭവിക്കുകയുള്ളൂ, ഈ ബ്രഹ്മാനുഭവം ഉണ്ടാവുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ 4 സാധനകൾ, ഈ 4 ഈ ചതുഷ് അധികാരി ക്വാളിഫിക്കേഷൻസ് നിങ്ങൾ അറ്റൈൻ ചെയ്യണം. തേഷു ഹി സത്സു പ്രാഗപി ധർമ്മജിജ്ഞാസായ ഊർധം ച ശക്യതേ ബ്രഹ്മജിജ്ഞാസിതും ജ്ഞാതും ജന വിപര്യതേ. ഇപ്പം ധർമ്മജിജ്ഞാസ കഴിഞ്ഞിട്ടാണ് ബ്രഹ്മജിജ്ഞാസ ചെയ്യേണ്ടതെന്നുള്ള നിയമമൊന്നുമില്ല. വേദങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഈ ബ്രഹ്മത്തെക്കുറിച്ച് പഠിക്കാം. നീ ആദ്യം അത് പോയി പഠിച്ചിട്ട് വാ, എന്നിട്ട് പിന്നെ ഇത് പഠിക്കാം, അങ്ങനെയില്ല. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ്, വൈരാഗ്യവും മറ്റുമൊക്കെ ഈ മറ്റ് വൈദികങ്ങളായ ഉപാസനകളോ കർമ്മങ്ങളോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായാൽ ഇതിലേക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പം അതിന് മറ്റത് കഴിഞ്ഞിട്ടേ, ധർമ്മജിജ്ഞാസ കഴിഞ്ഞിട്ടേ ബ്രഹ്മജിജ്ഞാസയ്ക്ക് പറ്റുമെന്നില്ല. എപ്പോഴാണോ നിങ്ങൾക്ക് ബ്രഹ്മജിജ്ഞാസ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നത് അപ്പോൾ ചെയ്യാം. യഥേവാഹരി തദേവാ പ്രവ്രജേതെന്നത് എപ്പോഴാണോ, അത് സന്യാസത്തിൻ്റെയാണ്. പകലാണ് സന്യസിക്കണമെന്ന് തോന്നിയാൽ പകൽ ചെയ്യാം. ഇനി രാത്രിയാണോ സന്യസിക്കണമെന്ന് തോന്നുന്നത്, അപ്പോൾ രാത്രി ചെയ്യാം. കാരണം വെച്ചാൽ ഇത് ഇപ്പോഴും ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് ചെയ്യണം, അങ്ങനെയുള്ള നിർബന്ധമൊന്നും ബ്രഹ്മജിജ്ഞാസയ്ക്കില്ല. ബ്രഹ്മജിജ്ഞാസ എപ്പോഴാണോ ചെയ്യണമെന്ന് തോന്നുന്നത് അപ്പോൾ ചെയ്യാം. ഈ മരിക്കുന്നതിന് കുറച്ച് സമയമുള്ളൂ, അപ്പോഴാണ് തോന്നിയെങ്കിൽ അപ്പോഴും ചെയ്യാം. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ചെറുപ്രായമാണ്, ബ്രഹ്മജിജ്ഞാസ ചെയ്യണമെന്ന് തോന്നിയാൽ അപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതിന് ഇന്ന സമയത്തേ ചെയ്യാവൂ, അല്ലെങ്കിൽ ഇന്ന ആൾക്കേ ചെയ്യാവൂ എന്നൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അധശബ്ദോ ഹേത്വർത്ഥ. അപ്പം നമ്മൾ ആദ്യത്തെ ശബ്ദത്തിൻ്റെ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അഥാതോ ബ്രഹ്മജിജ്ഞാസ. ഇപ്പം ഒരധയും ഒരതയും വന്നു. അഥാതോ ബ്രഹ്മജിജ്ഞാസ. മറ്റത് രഥത്തിൻ്റെ അഥാതോ ബ്രഹ്മജിജ്ഞാസ. അപ്പോൾ അതുകൊണ്ട് അത് അനന്തരമാണ്. ഇപ്പം നമ്മൾ കണ്ടു എന്തിന് ശേഷമാണ്, എന്ത് ക്വാളിഫിക്കേഷൻസ് നേടിയതിന് ശേഷമാണ് ബ്രഹ്മജിജ്ഞാസ എന്ന് കണ്ടു. ഇനി അടുത്ത അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം ഹേതുവായിട്ടെന്നുള്ളതാണ്. എന്ത് ഹേതുവായിട്ട്? ഈ കർമ്മങ്ങൾ ചെയ്ത് ജീവിതം നശിപ്പിച്ചിട്ട് കാര്യമില്ല എന്നുള്ള വിവേകം. അതുമാത്രമല്ല, ബ്രഹ്മജ്ഞാനം കൊണ്ടുണ്ടാകുന്നത് നിത്യമായ ഫലമാണ്, അത് നഷ്ടപ്പെടുന്നില്ല. 2 കാര്യങ്ങൾ. ഏതാണ് ഇപ്പം ആൾക്കാർക്കുള്ള പ്രശ്നം? എന്താണ്? ഈ സ്വർണം ഏതാണ്, മുക്കുപണ്ടം ഏതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. അപ്പം അതുകൊണ്ട് മുക്കുപണ്ടത്തിന് കുറച്ചുകൂടെ ഗ്ലിസനിങ് അല്ലെങ്കിൽ കുറച്ച് തിളക്കം ഉണ്ടെന്ന് വിചാരിച്ച് അതിൻ്റെ പിറകെ പോവുകയാണ്. സ്വർണം കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ആർക്കാണോ ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത്, കാരണം ഈ കർമ്മം ചെയ്തിട്ട് പ്രയോജനമില്ല,
ഇപ്പൊ കർമ്മം ചെയ്തിട്ട് പ്രയോജനം ഉണ്ടെന്ന് കാണെങ്കിൽ അതിലല്ലേ ആൾക്കാർ ഇരിക്കത്തുള്ളൂ. മുക്കുവണ്ടം കൂടുതൽ കിട്ടും, അത് 1 കിലോ കിട്ടും, മറ്റാണെങ്കിൽ ഒരു 10 പവനെ കിട്ടും എന്ന് പറയുമ്പോൾ ആൾക്കാർ 1 കിലോ കിട്ടുന്ന സാധനത്തിന്റെ പിറകിൽ പോകും. അപ്പൊ അത് തിരിച്ചറിയണം. മറ്റത് വിലയില്ലാത്ത സാധനമാണെന്നും ഇത് വിലയുള്ള സാധനമാണെന്നും തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ പിറകെ പോകാൻ പറ്റൂ. അപ്പൊ അത് ഹേതുവായിട്ട് എന്താണെന്ന് അത് പറയുകയാണ്. യസ്മാദേവ ഏവ അഗ്നിഹോത്രാദീനാം ശ്രേയ സാധനാം അനിത്യഫലതാം ദർശയതി. അപ്പൊ ഈ അഗ്നിഹോത്രാദി, ഇപ്പൊ പല ബ്രാഹ്മിൻസും ഒക്കെ അതുപോലുള്ള ഉപാസനയൊക്കെ ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു? അഗ്നിഹോത്രങ്ങൾ ചെയ്താൽ ശ്രേയസ്സാണ്. ഈ വേദം പഠിക്കുക അല്ലെങ്കിൽ അഗ്നിഹോത്രം ചെയ്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് കിട്ടുന്ന ഫലമാണ് ഏറ്റവും ശ്രേയസ്, ഇതല്ലാതെ വേറൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ച് ഈ അഗ്നിഹോത്രാദികളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ അഗ്നിഹോത്രം എന്നൊരു പേര് പറഞ്ഞതന്നേ ഉള്ളൂ. അതുപോലെ പല ഉപാസനകളും പല മതക്കാരും പല ഉപാസനകളും ഒക്കെ ചെയ്ത് ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റൊന്നുമില്ല, ഇതാണ് ഏറ്റവും വലുത്, എനിക്കിത് മതി എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇത് അവർ ചെയ്യുന്ന ഫലം കൊണ്ട് കിട്ടുന്നത്, അവർ ശ്രേയസാധനമെന്ന് വിചാരിച്ചിരിക്കുന്നത് കൊണ്ട് കിട്ടുന്ന അനിത്യഫലമാണ്. അനിത്യഫലതാം ദർശയതി. അവരുടെ അനിത്യത്വത്തെ, അവർ ചെയ്യുന്ന കർമ്മം കൊണ്ട് അവർക്ക് കിട്ടുന്ന ഫലം അനിത്യമാണ് എന്നവരെ ബോധിപ്പിക്കുന്നത് വഴി ബ്രഹ്മ ജിജ്ഞാസയ്ക്ക് പാത്രീഭവിക്കും. അതെന്താണ്? തദ്യദേഹ കർമ്മചിതോ ലോക ക്ഷീയത്തെ ഏവ മേവ അമുത്ര പുണ്യചിതോ ലോക ക്ഷീയത്തെ. അപ്പോ തദ്യദേഹ കർമ്മചിതോ ലോക ക്ഷീയത്തെ, കർമ്മം കൊണ്ട് നേടുന്ന ലോകങ്ങളെല്ലാം ക്ഷയിക്കും. ഏവമേവ അമുത്ര പുണ്യചിതോ ലോക, നമ്മൾ പരലോകം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളും ക്ഷയിക്കും. അപ്പൊ ഈ ലോകത്ത് ഇപ്പോൾ കുറെ പൈസ ഉണ്ടാക്കി, അപ്പോൾ ഉണ്ടാക്കുന്ന പൈസയൊക്കെ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ ക്ഷയിക്കും, ഫലങ്ങളൊക്കെ ക്ഷയിക്കും. അപ്പോൾ മിക്കവാറും ഇത് ക്ഷയിക്കും. ഉണ്ടാക്കുന്ന പൈസയൊക്കെ ചുറ്റുമൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ധനം ഉണ്ടാക്കുന്ന, വളരെ കഷ്ടപ്പെട്ട് ചെറുപ്പത്തിലൊക്കെ പൈസ ഉണ്ടാക്കുന്നവരുടെയൊക്കെ പൈസയൊക്കെ മിക്കവാറും വാർദ്ധക്യമാകുമ്പോൾ ക്ഷയിക്കും. അത് ഈ ലോകത്ത് തന്നെ മിക്കവാറും ക്ഷയിക്കും. ഇനി ചില ആൾക്കാർ പുണ്യലോകങ്ങളെ കിട്ടും, സ്വർഗാദികാമങ്ങളെ കിട്ടുന്നതാണ് അമുത്രലോകം. അപ്പോൾ അതാണ്, അത് സ്വർഗത്തും പെർമനൻസി ഇല്ല. ഒരു ദിവസം ആകുമ്പോൾ അവരുടെ പുണ്യഫലം തീരുമ്പോൾ എന്ത് പറ്റും? സ്വർഗത്തു നിന്ന് പതിക്കും. അപ്പോൾ സ്വർഗത്തിലും ഇപ്പം നിങ്ങൾ കുറേ പുണ്യം ചെയ്തു, അതുകൊണ്ട് ചിലപ്പോൾ ഒരു ടൈം സ്പാൻ കിട്ടും, ഇത്ര വർഷം സ്വർഗത്തിരിക്കാനുള്ള കൂപ്പൺ കിട്ടും. അപ്പോൾ ആ കൂപ്പണിൻ്റെ ഡേറ്റ് കഴിയുമ്പോൾ എക്സ്പയറി താഴോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇനി താഴോട്ട് വന്ന് വീഴും. ചിലപ്പോൾ വന്ന് വീഴുന്നത് മനുഷ്യജന്മം ആവണമെന്ന് തന്നെ നിർബന്ധം ഇല്ല. സ്വർഗത്തിൽ നിന്ന് താഴോട്ട് പതിക്കുമ്പോൾ മനുഷ്യ യോനി തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതെന്താണ്? ഏവമേവ അമുത്ര പുണ്യജിതോ ലോകക്ഷീയതേ. അപ്പം നിങ്ങൾ കർമ്മങ്ങൾ ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്നതെല്ലാം ക്ഷീയതേ, നശിക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? അത് ഹേതുവായിട്ട് തഥാ ബ്രഹ്മജ്ഞാനാദപി പരം പുരുഷാർത്ഥം ദർശയതി. ബ്രഹ്മജ്ഞാനം കൊണ്ട് പരമപുരുഷാർത്ഥം ലഭിക്കുന്നു. കർമ്മം കൊണ്ട് കിട്ടുന്നത് നശിക്കുന്ന ഫലവും ബ്രഹ്മജ്ഞാനം കൊണ്ട് കിട്ടുന്നത് പരമപുരുഷാർത്ഥം, നിത്യമായ ആനന്ദസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മവിദാപ്നോതി പരം. ബ്രഹ്മത്തെ അറിയുന്നവർ പരമമായ സ്ഥാനത്തെ പ്രാപിക്കുന്നു. സാ കാഷ്ട സാ പരാഗതി, അത് പരമമായ കാഷ്ടയാണ്. സാ പരാഗതി, അത് പരമമായ ഗതിയാണ്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. അതിനേക്കാൾ ഒരു പ്രൊമോഷൻ വേറെയില്ല, അതിനേക്കാൾ മുകളിലൊരു സ്ഥാനമില്ല. ബ്രഹ്മജ്ഞാനത്തേക്കാൾ ഇതിനേക്കാൾ അടുത്തതെന്ത്? ബ്രഹ്മജ്ഞാനത്തിന് മുകളിലായിട്ടൊരു സ്ഥാനമില്ല. അപ്പൊ അതുകൊണ്ട് അത് ഹേതുവായിട്ട്, അതായത് കർമ്മങ്ങൾ ചെയ്ത്, ഏത് ഭൗതികങ്ങളോ വൈദികങ്ങളോ ഈശ്വരപരമായോ ആയ കർമ്മങ്ങളായിക്കോട്ടെ, ആ കർമ്മങ്ങളെല്ലാം എങ്ങനെയുള്ളതാണ്? ക്ഷീയതേ. അതേസമയം ബ്രഹ്മജ്ഞാനം പരമപുരുഷാർത്ഥത്തെ നൽകുന്നതും സാ കാഷ്ട, അതിൻ്റെ മേളിൽ മറ്റൊന്നില്ലാത്തതുമാണ്. അത് ഹേതുവായിട്ട്
അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ബ്രഹ്മജിജ്ഞാസയെ ചെയ്യണം? അതിനൊരു ഉത്തരം വേണ്ടേ? അഥാതോ ബ്രഹ്മജിജ്ഞാസ. അതുകൊണ്ട് ഈ കർമ്മം കൊണ്ട് നേടുന്നത് നശിക്കുന്നതും ബ്രഹ്മജ്ഞാനം കൊണ്ട് പ്രാപ്തമായിരിക്കുന്നത് നിത്യവും ആനന്ദവും നാശരഹിതവുമായ ഫലമായതുകൊണ്ട് എന്ത് ചെയ്യണം? ബ്രഹ്മജിജ്ഞാസ ചെയ്യണം, ബ്രഹ്മത്തെ അന്വേഷിക്കണം, ബ്രഹ്മത്തെ കണ്ടെത്തണം. മനുഷ്യജന്മം തന്നിരിക്കുന്നു, എഴുതാനും വായിക്കാനുള്ള കഴിവുണ്ട്, ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്. അപ്പൊ അത്രയും തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് എന്ത് ചെയ്യുക? ബ്രഹ്മജിജ്ഞാസ ചെയ്യേണ്ടത് കർത്തവ്യമാണ്. കാരണം അത് ചെയ്തില്ലെങ്കിൽ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ എന്ത് പറ്റും? ദോഷം വരും. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് അത് വേണമെങ്കിൽ ചെയ്തോ എന്നുള്ളതല്ല, ഇത് നിങ്ങളുടെ കർത്തവ്യമാണ്. കാരണം ഇത് ചെയ്യപ്പെടേണ്ടതാണ്, ഇത് അന്വേഷിക്കേണ്ടതാണ്. അതുകൊണ്ട് സമയം പാഴാക്കാതെ ബ്രഹ്മജിജ്ഞാസയെ ചെയ്തുകൊള്ളുക എന്ന് ആദ്യത്തെ സൂത്രത്തിൽ തന്നെ പറയുകയാണ്. ഇനി ബ്രഹ്മജിജ്ഞാസ എന്ന വാക്കിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ബ്രഹ്മണോ ജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസ, ബ്രഹ്മത്തിൻ്റെ ജിജ്ഞാസ, ബ്രഹ്മത്തെ അന്വേഷിക്കണം. അപ്പൊ ബ്രഹ്മത്തെ പ്രാപിച്ചാൽ നിത്യമായ ഫലം കിട്ടുമെന്ന് പറഞ്ഞു. ബ്രഹ്മണോ ജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസ. അപ്പൊ ബ്രഹ്മം എങ്ങനെയിരിക്കും? ബ്രഹ്മത്തിൻ്റെ സ്വരൂപം എന്താണ്? ബ്രഹ്മ ആരാണ്? ബ്രഹ്മ എവിടെ ഇരിക്കുന്നു? അതിനെ എങ്ങനെ പ്രാപിക്കാം? അതിനുള്ള വഴി എന്താണ്? അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം? അന്വേഷിക്കണം, ജിജ്ഞാസയെ ചെയ്യണം. ചോദിച്ചാലല്ലേ അറിയാൻ പറ്റൂ. അപ്പോൾ ബ്രഹ്മജിജ്ഞാസ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. ബ്രഹ്മജ വക്ഷ്യമാണ് ലക്ഷണം ജന്മാദ്യസ്യത. അപ്പൊ ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്താണ്? അടുത്ത സൂത്രത്തിൽ പറയും. ജന്മാദ്യസ്യത, ജന്മാദികൾ എവിടെ നടക്കുന്നുവോ അതാണ് ബ്രഹ്മം. ജന്മാദി, ജന്മ സ്ഥിതി നാശം, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ എവിടെ നടക്കുന്നുവോ അതാണ് ബ്രഹ്മം എന്ന് ബ്രഹ്മത്തിൻ്റെ ലക്ഷണത്തെ അടുത്ത സൂത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്യും. അപ്പം ആ വക്ഷ്യമാണ്, ആ പറയപ്പെട്ട ബ്രഹ്മത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ജിജ്ഞാസയെ ചെയ്യുന്നത് നമ്മുടെ കർത്തവ്യമാകുന്നു. അതയേവച ബ്രഹ്മശബ്ദസ്യ ജാത്യാധ്യർത്ഥാന്തരമാശങ്കിതവ്യം. അപ്പം അത് ഈ ബ്രഹ്മശബ്ദം ജാതിയെക്കുറിച്ചല്ല, ബ്രാഹ്മണ ജാതിയെക്കുറിച്ചല്ല, ബ്രഹ്മാവിനെക്കുറിച്ചല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേദങ്ങളെക്കുറിച്ചല്ല. വേദങ്ങളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് അന്വേഷിക്കണം, അല്ല, ഈ ബ്രഹ്മത്തെ അന്വേഷിക്കുക. അപ്പം ആ ബ്രഹ്മശബ്ദം കൊണ്ട് ജഗത്തിന് കാരണമായിരിക്കുന്ന, സൃഷ്ടിസ്ഥിതിലയങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കുന്ന, കാരണമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ അന്വേഷിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മണ ഇത് കർമ്മണി ഷഷ്ടിന ശേഷേ ജിജ്ഞാസയാപേക്ഷത്വജ്ഞ ജിജ്ഞാസയാഹ. അപ്പോൾ ഇത് കർമ്മണി ഷഷ്ടിയാണ്, ശേഷഷഷ്ടിയല്ല എന്ന് പറയാണ്. അതായത് ജിജ്ഞാസ്യ ആന്തര നിർദ്ദേശാച്ഛ നനു ശേഷഷഷ്ടി പരിഗ്രഹേ അഭി ബ്രഹ്മണോ ജിജ്ഞാസാ കർമ്മത്വം ന വിരുദ്ധ്യതേ സംബന്ധ സാമാന്യസ്യ വിശേഷനിഷ്ഠത്വാ. കർമ്മണി ഷഷ്ടിയും ശേഷിഷഷ്ടിയും. അപ്പൊ ബ്രഹ്മത്തിൻ്റെ ജിജ്ഞാസ, ബ്രഹ്മസംബന്ധിനിയായുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ജിജ്ഞാസയല്ല. ഇപ്പോൾ നമ്മളൊരു ചീഫ് മിനിസ്റ്ററിനെ അന്വേഷിക്കുന്നു. അപ്പോൾ ചീഫ് മിനിസ്റ്ററിൻ്റെ കുടുംബത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചീഫ് മിനിസ്റ്ററെ കുറിച്ച് അന്വേഷിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അതിൻ്റെ സംബന്ധിനിയായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മെയിൻ സബ്ജക്റ്റ് വിട്ടുപോകും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റായിട്ട് എന്താണ്? ബ്രഹ്മത്തെ അന്വേഷിക്കുക, ബ്രഹ്മത്തിൻ്റെ ജിജ്ഞാസ. ഇപ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി, അപ്പോൾ നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചാൽ തീരത്തില്ല. ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചാൽ തന്നെ അതിന് അനന്തമായിട്ട് പോകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതാണ് കർമ്മണി ഷഷ്ടിയാണ്, ശേഷഷഷ്ടി അല്ല. ഏവമേവ പ്രത്യക്ഷം ബ്രഹ്മണ കർമ്മത്വം ഉത്സൃജ്യ
സാമാന്യദ്വാരേണ പരോക്ഷം കർമ്മത്വം കൽപ്പയതോ വ്യർത്ഥപ്രയാസ സ്യാത്. അപ്പം അതിൻ്റെ പിറകിൽ സംബന്ധിനി എന്നുള്ള രീതിയിൽ പോയാണെങ്കിൽ അത് വ്യർത്ഥപ്രയാസമാവും. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ബ്രഹ്മത്തിൻ്റെ ജിജ്ഞാസ എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രധാന പരിഗ്രഹേ തദപേക്ഷിതാനാം അർദ്ധക്ഷിപ്തത്വാത് ബ്രഹ്മഹി ജ്ഞാനേനാപ്തുമിഷ്ടതഃ മത്വപ്രധാനാത് തസ്മിൻ പ്രധാനേ ജിജ്ഞാസകർമ്മണി പരിഗ്രഹീതേ യജ്ഞൈർജ്ഞാസിതൈർവിനാ ബ്രഹ്മജിജ്ഞാസിതം ന ഭവതി താന്യാർദ്ധക്ഷിപ്താന്യേവേദിന പൃഥക് സൂത്ര ഇതവ്യാനി തഥാ രാജാസൗ ഗച്ഛതി തയുക്തേ സപരിവാരസ്യ രാജോ രാജ്ഞോ ഗമനമുക്തം ഭവതി. ഇപ്പൊ രാജാവ് പോകുന്നു എന്ന് പറഞ്ഞാൽ രാജാവ് പോകുമ്പോൾ എങ്ങനെയാ പോകുന്നത്? സപരിവാര, രാജാവിൻ്റെ പരിവാരങ്ങളോട് കൂടിയാണ് രാജാവ് പോകുന്നത്. ഇപ്പൊ ചീഫ് മിനിസ്റ്റർ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒറ്റയ്ക്ക് നടന്നു പോകും. അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ എസ്കോർട്ട് വെഹിക്കിൾ കാണും, പോലീസ് വെഹിക്കിൾ കാണും, മറ്റ് അകമ്പടികൾ കാണും. ഇപ്പൊ രാജാവ് പോകുന്നു എന്ന് വെച്ചാൽ രാജാവിൻ്റെ അകമ്പടിയോടുകൂടി പോകുന്നു. അപ്പൊ ബ്രഹ്മത്തെ അന്വേഷിച്ചാൽ ബ്രഹ്മത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് താനേ പിടികിട്ടിക്കോളും. ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങൾ എന്താണ്, അത് സംബന്ധിനിയായിരിക്കുന്ന ബ്രഹ്മം എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രഹ്മത്തെ അന്വേഷിക്കുമ്പോൾ അതിൻ്റെ സംബന്ധിനിയായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് യജ്ഞാത്വാ സർവം ജ്ഞാതം ഭവതി, എന്തറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിത്തീരും. യജ്ഞാത്വാ സർവം ജ്ഞാതം ഭവതി. ഇപ്പം ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞതായിട്ട് തീരും. അപ്പം അതുകൊണ്ട് അതിന് പകരമായിട്ട് മറ്റു കാര്യങ്ങളെ, ബ്രഹ്മസംബന്ധിനിയായ കാര്യങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്ത് പറ്റും? ആ സംബന്ധിനിയായ കാര്യങ്ങളെ അറിഞ്ഞു തീർക്കാനും പറ്റത്തില്ല, ബ്രഹ്മത്തെ തൊട്ട് അറിയാനും പറ്റില്ല. അപ്പം ലോകത്തിലെ മനുഷ്യരെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്. മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ പഠിച്ചും ചിന്തിച്ചും ഒക്കെ നടക്കും, ബ്രഹ്മത്തെ അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റും? മരണാവസരത്തിൽ ആഹാ ഞാൻ സത്യത്തെ അന്വേഷിച്ചില്ലല്ലോ എന്നുള്ള അകൃതാർത്ഥതയോടുകൂടി മരിക്കും. അപ്പം അതുകൊണ്ട് ബ്രഹ്മത്തെ തന്നെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക? അന്വേഷിക്കുക. ഇതി പ്രത്യക്ഷമേവ ബ്രഹ്മണോ ജിജ്ഞാസ കർമ്മത്വമേവ ദർശയന്തി. യഥാ രാജാസു ഗച്ഛതി യുക്തേ സപരിവാരസ്യ രാജ്ഞോ ഗമനമുക്തം ഭവതി തദ്വത് ശ്രുത്യ അനുഗമാച്ച യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ. അപ്പോൾ അടുത്ത സൂത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്യും യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ. ഏതിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലെ സർവഭൂതങ്ങളും ഉണ്ടാകുന്നത്? യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി. ഏതിലാണ് ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്, ഏതിലാണ് നിലനിൽക്കുന്നത്, ഏതിലോട്ടാണ് ഇത് ലയിക്കുന്നത് എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളൊക്കെ ഉണ്ടാകുന്ന സോഴ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. തച്ച കർമ്മണി ഷഷ്ടി പരിഗ്രഹേ സൂത്രേണാനുഗതം ഭവതി തസ്മാത് ബ്രഹ്മണ ഇതി കർമ്മണി ഷഷ്ടി. അപ്പോൾ കർമ്മണി ഷഷ്ടി ബ്രഹ്മത്തിൻ്റെ ജിജ്ഞാസ എന്ന് തന്നെ എടുക്കണം. അപ്പം അങ്ങനെ ബ്രഹ്മത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് വഴി ബ്രഹ്മത്തെ അറിയുകയും തദ്വാര സർവ്വതും അറിഞ്ഞതായിട്ട് പിന്നെ അറിയാനായിട്ട് ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഇനി ബ്രഹ്മത്തെ അറിഞ്ഞു, ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഇനി പിന്നെ ഒന്നും അറിയാനില്ല, ഇനി എനിക്ക് കുറച്ചുകൂടെ അറിയാനുണ്ട്, മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട് എന്നൊരവസ്ഥയില്ല. ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞു, ഇനി ഒന്നും എനിക്ക് അറിയാനായിട്ട് ഇല്ല, വേറെ അന്വേഷണമൊന്നും എനിക്കില്ല. മറ്റന്വേഷണങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? അവസാനിച്ചിരിക്കുന്നു എന്നുള്ള അവസ്ഥ വന്നു ചേരും. അതുകൊണ്ട് ബ്രഹ്മത്തെ തന്നെ അന്വേഷിക്കുക. ജ്ഞാതുമിച്ഛാ ജിജ്ഞാസ അവഗതി പര്യന്തം ജ്ഞാനം സന്വാച്ഛയാ കർമ്മഫല വിഷയ ത്വാദിച്ഛയാ. അപ്പോൾ ജ്ഞാതുമിച്ഛാ ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. എന്താണ് ജിജ്ഞാസ എന്ന് പറയുന്നത്? ജ്ഞാതുമിച്ഛാ ജിജ്ഞാസ, ബ്രഹ്മത്തെ അറിയാനുള്ള ആ വാഞ്ച, ആ ഒരു തീവ്രത. അപ്പം എന്തിനും ഭൗതിക കാര്യങ്ങളാണെങ്കിലും
ഒരാൾക്കൊരു കാര്യം നേടണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള അത് നേടാനുള്ള ഒരു വാഞ്ച ഉണ്ടാവണം. അപ്പോൾ വാഞ്ചയില്ലാത്ത എന്തെങ്കിലുമൊക്കെ വരും. ഒരാൾക്കൊരു എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടണം, അല്ലെങ്കിൽ IASന് അഡ്മിഷൻ കിട്ടണം, അല്ലെങ്കിൽ ഒരു ജോലി, ബാങ്ക് ജോലി കിട്ടണം. ചുമ്മാ തരുന്ന ആർക്കെങ്കിലും വിളിച്ചു തരുമോ? ഒന്ന് നീ ഇഞ്ഞിപ്പോ പണ്ടൊക്കെ പറ്റുമായിരിക്കാം. ഇപ്പം എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കണം. IAS ആയാലും കോമ്പറ്റീറ്റീവ് ടെസ്റ്റ് ആയാലും ഒക്കെ അതിനുവേണ്ടി ഏതാനും വർഷം കഠിനമായിട്ട് പരിശ്രമിക്കുകയും അതിനുവേണ്ടി അത് നേടണമെന്നുള്ള ദൃഢ നിശ്ചയത്തോടുകൂടി പോവുകയും ചെയ്താൽ മാത്രമേ ഭൗതികമായ കാര്യം പോലും ലഭിക്കുകയുള്ളൂ. അപ്പം അതുപോലെ അതിനേക്കാൾ കടുത്തമായ ഒരു ജിജ്ഞാസ, ജ്ഞാതുമിച്ഛാ ജിജ്ഞാസ, ബ്രഹ്മത്തെ എനിക്ക് അറിയണം, അറിഞ്ഞേ പറ്റൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ ബ്രഹ്മജിജ്ഞാസ പോസിബിളാണ്. ജ്ഞാനേനഹി പ്രമാണേനാവഗന്തുമിഷ്ടം ബ്രഹ്മ. അപ്പോൾ ജ്ഞാനം എങ്ങനെ ഉണ്ടാവും? ഈ പ്രമാണം വഴി. എന്താണ് ഇവിടെ പ്രമാണം? ശ്രുതി തന്നെയാണ്. ശ്രുതി പ്രമാണം വഴി ബ്രഹ്മത്തെ അന്വേഷിക്കണം. ബ്രഹ്മത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു, ബ്രഹ്മം എങ്ങനെ ഇരിക്കുന്നു, ബ്രഹ്മം എങ്ങനെ നേടാം, ഇങ്ങനെ ശ്രുതി വഴി ബ്രഹ്മത്തെ അന്വേഷിക്കണം. ജ്ഞാനേനഹി പ്രമാണേനാവഗന്തുമിഷ്ടം ബ്രഹ്മ. ബ്രഹ്മ അവഗതിർഹി പുരുഷാർത്ഥ. കാരണം എന്താണ്? പുരുഷാർത്ഥമാണ്. പല പുരുഷാർത്ഥങ്ങൾ, ധർമ്മ കാമങ്ങളൊക്കെ മറ്റ് പുരുഷാർത്ഥങ്ങളാണെങ്കിലും ശരിക്കുള്ള പുരുഷാർത്ഥം ഏതാണ്? ബ്രഹ്മജ്ഞാനമാണ്. മറ്റതെല്ലാം എന്താണ്? അനിത്യങ്ങളാണ്. അനിത്യഫലങ്ങളെയും നേടിക്കഴിഞ്ഞാൽ അത് പിന്നെയും അത് വേണമെന്ന് തോന്നും, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്നൊരു സാധനം വേണമെന്ന് തോന്നും. അപ്പോൾ ഇതാണെങ്കിൽ പരമപുരുഷാർത്ഥമാണ്. അത് നേടിക്കഴിഞ്ഞാൽ പൂർണ്ണമായ കൃതാർത്ഥനാവും. ഇനി എന്തെങ്കിലും വേണോ? നമ്മൾ ഈ നിറച്ച് സദ്യ കഴിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുക? ഇനി എനിക്ക് 2 പായസം കഴിച്ചിട്ട് മൂന്നാമത്തെ പായസം കഴിക്കാനായിട്ട് സ്ഥലമില്ല. അപ്പോൾ എനിക്ക് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുപോലെ പൂർണ്ണമായിരിക്കുന്നു. വിശപ്പാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് നമുക്ക് നിറഞ്ഞിരിക്കുന്നു. ഇനിയൊന്നും അറിയാനില്ല, ഇനിയൊന്നും നേടാനില്ല. അതുകൊണ്ട് ഇത് പരമ പുരുഷാർത്ഥമാണ്. നിത്യമായ ആ തൃപ്തി നിത്യമായിട്ട് നിൽക്കും. അത് കുറച്ച് കഴിയുമ്പോൾ ആ തൃപ്തി, ഭൗതിക കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ നേടി വളരെ സന്തോഷം, പക്ഷെ അത് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് തൃപ്തി പോയി. ഇന്നലെ ഞാൻ പൂർണ്ണ തൃപ്തനായിരുന്നു, അത് നേടിയപ്പോൾ പൂർണ്ണ തൃപ്തനായിരുന്നു. പക്ഷെ ഇന്ന് എന്ത് പറ്റി? ആ തൃപ്തി പോയി. പക്ഷെ ഇവിടെയാണെങ്കിൽ നേടിയ തൃപ്തി നഷ്ടപ്പെടുന്നില്ല. ബ്രഹ്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ തൃപ്തി നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അത് പരമ പുരുഷാർത്ഥമാണ്. നിശേഷ സംസാര ബീജ അവിദ്യാധ്യനാർത്ഥ നിബർഹണം. ഈ അവിദ്യയെ, സംസാര ബീജത്തെ എന്ത് ചെയ്ത് കംപ്ലീറ്റ് പൊടിച്ച് അതിനെ അരച്ചില്ലാതാക്കിയിരിക്കുകയാണ്, നശിപ്പിച്ച്. നമ്മളതിനെ ആ ഒരു സാധനത്തെ അത് മുളയ്ക്കാത്ത രീതിയിൽ അതിൻ്റെ ബീജത്തെ എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും സംഹരിച്ചിരിക്കുകയാണ്. അപ്പം പിന്നെ ഇനി സംസാരം വീണ്ടും കിളുത്ത് വരുമോ, അല്ലെങ്കിൽ വീണ്ടും ഉണ്ടായി വരുമോ എന്ന് പേടിക്കണ്ട. ഈ വറുത്ത വിത്ത് മുളയ്ക്കാത്തതുപോലെ ഈ സംസാര ബീജത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയും ബ്രഹ്മജ്ഞാനം ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. തസ്മാത് ബ്രഹ്മ വിജിജ്ഞാസിതവ്യം. അതുകൊണ്ട് ബ്രഹ്മം എന്താണ്? വിജിജ്ഞാസിതവ്യം. ബ്രഹ്മത്തെ ജിജ്ഞാസ ചെയ്യണം, ബ്രഹ്മത്തെ അന്വേഷിക്കണം. ഇപ്പോൾ ആരെങ്കിലും അന്വേഷിക്കേണ്ട എന്ന്, എന്തിന് ബ്രഹ്മത്തെ അന്വേഷിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയുകയാണ്, ഇത്രയും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ എന്തിന് ബ്രഹ്മസൂത്രം പഠിക്കണം? വേറെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പഠിച്ചു, ഇത്രയൊക്കെ മതി. അപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ബ്രഹ്മജ്ഞാനം നിങ്ങൾക്കുണ്ടാവണം. അവഗതി പര്യന്തമാണ്. ഈ പകുതി വഴിക്ക് നിർത്താനുള്ളതല്ല. ഈ ആത്മജ്ഞാന അനുഭവം ഉണ്ടാകുന്നത് വരെ എന്ത് ചെയ്യണം? ഇതിനു വേണ്ടി ഡ്രിൽ ചെയ്യണം. ആത്മജ്ഞാന ഫലം ഉണ്ടായി പകുതി വഴിക്ക് ഉപേക്ഷിച്ചാൽ എന്ത് ഫലമാണ്? അപ്പം അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യണം? ജിജ്ഞാസിതവ്യം. ഇതിനു വേണ്ടി അന്വേഷിക്കണം, ഇതിനെ കണ്ടെത്തണം. ഇത് നേടുന്നത് വരെ ഇതിനായി ശ്രമിക്കണം.
തസ്മാത് ബ്രഹ്മ വിജിജ്ഞാസിതവ്യം. അതുകൊണ്ട് ബ്രഹ്മം ജിജ്ഞാസിതവ്യമാണ്. തത് പുനഃ ബ്രഹ്മ പ്രസിദ്ധം അപ്രസിദ്ധം വാസ്യാത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഇത് പ്രസിദ്ധമാണോ, അറിയപ്പെട്ടതാണോ, ബ്രഹ്മം പ്രസിദ്ധമാണോ അപ്രസിദ്ധമാണോ? അതായത് അറിയപ്പെട്ടതാണോ അറിയപ്പെടാത്തതാണോ? അതൊരു താർക്കികവും അല്ലെങ്കിൽ ന്യായ വഴിക്കുള്ള ചോദ്യമാണ്. ഈ യതി പ്രസിദ്ധം ന ജിജ്ഞാസിതവ്യം. ഈ താർക്കികന്മാർ ഈ തർക്കശാസ്ത്രമുണ്ട്. അപ്പം അതിന് തർക്കിച്ചിട്ട് ഇപ്പോൾ ഒരു പോയിന്റ് നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയാൾ തർക്കത്തിൽ തോറ്റു, പിന്നെ അപ്പോൾ ഔട്ടാണ്. അപ്പോൾ ആ തർക്കത്തിൽ ചോദിക്കുകയാണ്, ഇത് ബ്രഹ്മജ്ഞാനം പ്രസിദ്ധമാണോ അപ്രസിദ്ധമാണോ? ഈ ബ്രഹ്മം എന്ന് പറയുന്നത് പ്രസിദ്ധം, അറിയപ്പെട്ടതാണോ അറിയപ്പെടാത്തതാണോ? കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രസിദ്ധം യതി പ്രസിദ്ധം ന ജിജ്ഞാസിതം. ഇത് അറിയപ്പെട്ടതാണെങ്കിൽ വെറുതെ അന്വേഷിക്കേണ്ട. കാരണം വെച്ചാൽ ഓൾറെഡി അറിയപ്പെട്ടതാണ്. ബ്രഹ്മജ്ഞാനം അറിയപ്പെട്ടതാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനെ ഇനി അന്വേഷിക്കാനായിട്ട് ഞാൻ അന്വേഷിക്കാൻ പോകുന്നു എന്ന് പറയരുത്. കാരണം നിങ്ങൾ ഓൾറെഡി അറിയപ്പെട്ടതാണ്, നേടിയതാണ്, പ്രാപ്തമാണ്. നിന്റെ കയ്യിലിരിക്കുന്ന സാധനമാണ്. കയ്യിൽ എൻ്റെ നെല്ലിക്ക ഇരിക്കുന്നു, എങ്കിൽ ആ നെല്ലിക്ക അന്വേഷിച്ച് വീണ്ടും പോകേണ്ട ആവശ്യമുണ്ടോ? കരതലാമലകം പോലെ ഇരിക്കുന്ന സാധനമാണെന്ന് പറയുകയാണെങ്കിൽ അതിനെ ഇനി എന്ത് ചെയ്യരുത്, ഇനി അന്വേഷിക്കരുത്. കാരണം ഇത് ഓൾറെഡി നേടിയ സാധനമാണ്. പ്രസിദ്ധമായിട്ട് നേടിയ സാധനത്തെ വീണ്ടും അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. ഇനി അഥാ അപ്രസിദ്ധം നൈവ ശക്യം ജിജ്ഞാസിതുമപി. അറിയപ്പെടാത്ത സാധനമാണെങ്കിൽ അതിന് വെറുതെ ഇല്ലാത്തൊരു സാധനം, ഇപ്പം മുയലിൻ്റെ കൊമ്പ് പോലെ, നമ്മളാരും കണ്ടിട്ടില്ലാത്തൊരു ആകാശ പുഷ്പം പോലെയോ മുയലിൻ്റെ കൊമ്പ് പോലെ ഇല്ലാത്തതും ആരും കണ്ടിട്ടില്ലാത്തതും. ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറം നമ്മുടെ ശനി എന്ന ഗ്രഹത്തിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവിടെ ആരെങ്കിലും പോയിട്ടുണ്ടോ? പോകാൻ പറ്റൂല. അപ്പോൾ വെറുതെ പോകാനായിട്ട് വെറുതെ ശ്രമിച്ചിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ അപ്രസിദ്ധമായ, നേടാൻ പറ്റാത്ത, ആരും ഇതുവരെ എത്തിയിട്ടില്ലാത്ത, അറ്റൈൻ ചെയ്തിട്ടില്ലാത്ത ഒരു വെറും തിയറിറ്റിക്കലായിട്ടുള്ള ഒരു പോസ്റ്റുലേഷനാണെങ്കിൽ വെറുതെ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് അന്വേഷിച്ച് സമയം കളയണ്ട. അപ്പോൾ രണ്ടായാലും വെറുതെ ബ്രഹ്മജിജ്ഞാസ ചെയ്യേണ്ട എന്നാണ് പൂർവപക്ഷി പറയുന്നത്. പ്രസിദ്ധമാണെങ്കിൽ, അറിയപ്പെട്ടതാണെങ്കിൽ ബ്രഹ്മത്തെ അന്വേഷിക്കേണ്ട, വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ്. ഇനി അറിയപ്പെടാത്തതാണെങ്കിൽ ഇതാരും അറിഞ്ഞിട്ടില്ല, അപ്പം ആരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യത്തെ അന്വേഷിച്ച് എന്ത് ചെയ്യുക, വെറുതെ സമയം കളയത് എന്ന് പൂർവപക്ഷി ഒബ്ജക്ഷൻ ഉന്നയിക്കുകയാണ്. പറയണം, ഉച്യതേ അസ്തി താവത് ബ്രഹ്മ നിത്യശുദ്ധ മുക്തസ്വഭാവം സർവജ്ഞം സർവശക്തി സമന്വിതം. നമ്മൾ ബ്രഹ്മത്തെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? നിത്യമായിട്ടുള്ളതാണ്, നിത്യശുദ്ധമാണ്, നിത്യബുദ്ധമാണ്, നിത്യമുക്തമാണ്. മുക്തമായിട്ടിരിക്കുകയാണ്, അത് ഓൾറെഡി അറ്റൈൻഡാണ്, അത് ഓൾറെഡി മുക്തമാണ്. മുക്തസ്വഭാവം, സർവജ്ഞ, എല്ലാത്തിനെയും അറിയുന്നതാണ്. സർവശക്തി സമന്വിത, എല്ലാ ശക്തിയോടും കൂടിയതാണെന്നൊക്കെ. നിത്യപ്രാപ്തവും നിത്യനിവൃത്തവുമാണെന്നൊക്കെ. അത് നമുക്ക് പൂർണ്ണമായിട്ടും നിവർത്തിച്ചിരിക്കുന്നു, നമ്മുടെ കയ്യിൽ അത് കിട്ടിയിരിക്കുന്നു. അത് നിത്യപ്രാപ്തവും നിത്യനിവർത്തതുമാണ് എന്നൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബ്രഹ്മത്തെ എന്താണ്, ബ്രഹ്മശബ്ദസ്യ ഹി വ്യുത്പാദ്യമാനസ്യ നിത്യശുദ്ധത്വാദയോ അർദ്ധപ്രതീയന്തേ അർദ്ധാനുഗമാത്. ഇത് ബ്രഹ്മശബ്ദം എന്ന് വെച്ചാൽ ബൃഹദേർ ധാതു, ബൃഹത്ത് എന്ന ധാതുവിൽ നിന്നാണ്. എല്ലാം നിറഞ്ഞു നിൽക്കുന്ന, സർവ്വതിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ബൃഹത്തായിരിക്കുന്ന ആ ധാതുവിൽ നിന്നാണ് ബ്രഹ്മം എന്നുള്ള ശബ്ദം വന്നിരിക്കുന്നത്. അനന്തമായിട്ട് എങ്ങും നിറഞ്ഞിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന ആ ബൃഹത് ശബ്ദത്തിൽ നിന്നാണ് ബ്രഹ്മം എന്ന വാക്കുണ്ടായിരിക്കുന്നത്. സർവസ്യ ആത്മത്വാച്ച ബ്രഹ്മ അസ്തിത്വ പ്രസിദ്ധ. എല്ലാവർക്കും ആത്മാവ് എന്ന രീതിയിൽ ബ്രഹ്മത്തിൻ്റെ അസ്തിത്വം പ്രസിദ്ധ. അപ്പോൾ പ്രസിദ്ധമാണോ എന്ന് ചോദിച്ചപ്പോൾ ഇത് പ്രസിദ്ധം തന്നെയാണ്. എങ്ങനെയാണ്? സർവസ്യ ആത്മത്വാച്ച ബ്രഹ്മ അസ്തിത്വ പ്രസിദ്ധി. എല്ലാവരുടെയും ആത്മാവില്ലാത്തവനെന്ന് പറയോ? എനിക്ക് ആത്മാവില്ല, നിങ്ങൾക്കൊക്കെ ആത്മാവുണ്ട്.
എന്നെ ജനിച്ചപ്പോൾ ദൈവം എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ആത്മാവില്ലാത്തവനായിട്ടാണ് സൃഷ്ടിച്ചത്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, എല്ലാവരെയും ആത്മാവോടുകൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സർവസ്യ ആത്മത്വച്ച ബ്രഹ്മ അസ്തിത്വ പ്രസിദ്ധി. എല്ലാവർക്കും ആത്മാവുണ്ട്, എല്ലാവർക്കും ആ ആത്മാവിന് അസ്തിത്വമുണ്ട്. ഞാനുണ്ട്. നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഞാനിവിടെ ഉണ്ട്, ഞാനുണ്ട്. അപ്പൊ എന്താണ്? എൻ്റെ അസ്തിത്വത്തെയാണ് ഞാൻ ഉറപ്പിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും ആ ആത്മാവിൻ്റെ അസ്തിത്വം ഉള്ളത് കൊണ്ട് ആ ആത്മാവ് എന്താണ്? പ്രസിദ്ധം തന്നെയാണ്. അതില്ല, അപ്രസിദ്ധം എന്ന് പറയാൻ പറ്റില്ല, അത് പ്രസിദ്ധം തന്നെയാണ്. സർവോ ഹ്യാത്മ അസ്തിത്വം പ്രത്യേകിന നാഹമസ്തീതി. ഞാനില്ല എന്നാരും പറയൂല. സർ നാഹമസ്തീതി, ഞാനില്ല സാർ എന്നാരെങ്കിലും പറയൂ? ഞാനില്ല സാർ, ഞാൻ വന്നിട്ടില്ല സാർ, ഞാൻ ഉണ്ടെന്നേ പറയത്തുള്ളൂ. അപ്പോ നാഹമസ്തീതി, ഞാനില്ല എന്നാരും പറയത്തില്ല. ഞാനുണ്ട്, ഞാനുണ്ട് എന്ന് മാത്രമേ പറയത്തുള്ളൂ. യദിഹി ന ആത്മ അസ്തിത്വ പ്രസിദ്ധി സ്യാത് സർവോ ലോകോ നാഹമസ്തീതി പ്രതീയാത്. അപ്പൊ ആത്മാവില്ലെങ്കിൽ ഈ ലോകത്തിൽ ഞാനില്ല, ഞാൻ ഇല്ലാത്തവനാണെന്നൊക്കെ ആൾക്കാർ പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ പറയുന്നില്ല. ഞാനുണ്ട്, എനിക്ക് അസ്തിത്വം ഉണ്ട്, ഞാനുണ്ടെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോ നമുക്ക് പറയാനുള്ളത് എന്താണ്? ആത്മാജ ബ്രഹ്മ. നീ ഉണ്ടെന്ന് പറയുന്ന നിന്റെ ആത്മാവ് ബ്രഹ്മമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. ആത്മാജ ബ്രഹ്മ. നിനക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നീ അഭിമാനിക്കുന്ന അഹമസ്മി, ഞാനുണ്ട് എന്ന് പറയുന്ന ആ ആത്മാവ് ബ്രഹ്മമെന്നാണ് നമ്മൾ പറയുന്നത്. ആത്മാജ ബ്രഹ്മ. യതിതർഹി ലോകേ ബ്രഹ്മാത്മത്വേന പ്രസിദ്ധമസ്തി തതോ ജ്ഞാതമേവത്വ ജിജ്ഞാസ്യത്വം പുനരാപന്നം. അപ്പൊ അങ്ങനെയാണെങ്കിൽ, എല്ലാം പ്രസിദ്ധമാണെങ്കിൽ, ഇപ്പൊ ബ്രഹ്മം ഇത്ര ആത്മസ്വരൂപമായിട്ട് എല്ലാവരിലും പ്രസിദ്ധമാണെങ്കിൽ പിന്നെ എന്തിന് ബ്രഹ്മത്തെ അന്വേഷിക്കണം? പക്ഷേ ബ്രഹ്മം പ്രസിദ്ധമാണെങ്കിലും ആത്മാവ് എല്ലാവരിലും ഉണ്ട് എന്ന് എല്ലാവർക്കും അസ്തിത്വം ഉണ്ടെങ്കിലും അത് എങ്ങനെയുള്ളതാണെന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് എന്താണ്? വ്യക്തമായ അഭിപ്രായം ഇല്ല. എങ്ങനെയാണ്? തത് വിശേഷം പ്രതി വിപ്രതിപത്തെ. ഓരോരുത്തരും ആത്മാവിനെ കുറിച്ച് പല രീതിയിലാണ് പറയുന്നത്. വിവിധ മതക്കാർ മാത്രമല്ല, നമ്മുടെ ഹിന്ദു മതത്തിനകത്തുള്ള ആൾക്കാർ തന്നെ ആത്മാവിനെ കുറിച്ച് എന്തെല്ലാം ഭിന്ന ഭിന്ന അഭിപ്രായങ്ങളാണ്. ഒരേ ഗ്രൂപ്പിനകത്തുള്ള തന്നെ, ഒരേ വീട്ടിലുള്ളവർ തന്നെ ആത്മാവിനെ കുറിച്ച് എന്ത് പറയും? പല പല അഭിപ്രായങ്ങളും പല പല നിഗമനങ്ങളും പല പല ഉറപ്പുകളുമാണ്. ദേഹമാത്രം ചൈതന്യ വിശിഷ്ടമാത്മേതി പ്രകൃതാജനാലൗകികായതികാശ്ച പ്രതിപന്ന. ഇനി ദേഹമാണ് ആത്മാവെന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ പണ്ട് അവരെയൊക്കെ എന്ത് പറയും? ചാർവാകന്മാരെന്ന് പറയും. അവർ പറയുന്നത് ഈ ശരീരമാണ് ആത്മാവ്, വേറെ ഒന്നുമില്ല, നിങ്ങൾ കൂടുതലൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല, മരിക്കുമ്പോൾ തീരും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇവിടെ സുഖമായിട്ട് ജീവിക്കുക. പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? കടം വാങ്ങിക്കുക, കടം വാങ്ങിച്ച് സുഖമായിട്ട് ജീവിക്കുക. നല്ല വീടില്ലെങ്കിൽ എന്ത് ചെയ്യുക? നല്ല കടം വാങ്ങിച്ച് നല്ല വാടകയ്ക്കുള്ള കൊട്ടാരം പോലുള്ള വീടുകളിലൊക്കെ നല്ല ആഹാരമൊക്കെ കഴിച്ച് ജീവിക്കുക. അപ്പോൾ കടം ചോദിച്ച് തിരിച്ചു വരുമ്പോൾ എന്ത് പറയുക? പൈസ ഇപ്പം ഇല്ല, നിങ്ങൾ പോയിട്ട് വരുമെന്ന് പറയുക. അപ്പം അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് ചാർവാകന്മാർ. എങ്ങനെയും സുഖമായിട്ട്, ആരുടെ പൈസ ആയാലും കുഴപ്പമില്ല, നമുക്കെങ്ങനെയും സുഖമായിട്ട് ജീവിക്കണം. കാരണം എന്താണ്? ഈ ശരീരമാണ് ആത്മാവ്. അതുകൊണ്ട് അതിനെ എന്ത് രീതിയിലും സുഖിപ്പിച്ച് സന്തോഷിപ്പിച്ച് ജീവിക്കുക. ഇനി ചിലര് ഇന്ദ്രിയാണ്യേവ ചേതനയാത്മത്യപരെ. ഇത് ചൈതന്യം, നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ആത്മാവെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. മനസ്സാണ് ആത്മാവെന്ന് പറയുന്നവരുണ്ട്. വിജ്ഞാനമാത്രം ക്ഷണികമിത്യേകെ. വിജ്ഞാനം സ്വരൂപം ക്ഷണികങ്ങളായ വിജ്ഞാനം. ബൗദ്ധന്മാർ ക്ഷണികവാദികൾ. ഒരു ക്ഷണികമായിട്ടുണ്ടാകുന്ന ആ അറിവാണ് ആത്മാവെന്ന് പറയുന്നു. ശൂന്യമിത്യപരെ. ഇനി ബൗദ്ധന്മാരുടെ തന്നെ വേറെ വിഭാഗം, ശൂന്യമായതാണ് ആത്മാവ്. അറ്റത്തെ എല്ലാം എന്താവും? എല്ലാം അന്വേഷിച്ചങ്ങോട്ട് പകത്ത് അവസാനം ചെല്ലുമ്പോൾ അതൊരു വലിയ ശൂന്യമാണ് എന്ന് പറയുന്ന
ആൾക്കാർ, ശൂന്യവാദികളായ ബൗദ്ധന്മാര്. അസ്ഥി ദേഹാദി വ്യതിരിക്ത സംസാരി കർത്താഭോക്തേത്യവരെ, ദേഹത്തിൽ നിന്ന് ഭിന്നനായ സംസാരിയായ കർത്താവും ഭോക്താവുമായ വേറൊരു ആത്മാവുണ്ടെന്ന് പറയുന്ന ആൾക്കാർ വേറെ. ഭോക്തേവ കേവലം ന കർത്തൃത്യേകെ, ആത്മാവ് അനുഭവിക്കുന്നവനാണ്, കർത്താവല്ല. കർത്താവ് വേറെ ആരോ ആണ്, ഒന്നീ പ്രകൃതിയാണ് അല്ലെങ്കിൽ ഈശ്വരനാണെന്ന് പറയുന്നത്. നമ്മൾ ഭോക്താവ് മാത്രമാണ്, കർത്താവല്ല എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ട്സ് ഉള്ള ആൾക്കാർ വേറെ. അസ്ഥി തദ് വ്യതിരിക്തി ഈശ്വര സർവജ്ഞ സർവശക്തിരിതി കേചിത്, ഇനി ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന സർവജ്ഞനും സർവശക്തനും ആയ ഈശ്വരനുണ്ട്, ആ ഈശ്വരനെല്ലാം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ഈശ്വരവാദികൾ വേറെ. ആത്മാസ ഭോക്തിരിത്യവരെ, ആത്മാവ് ഭോക്താവാണെന്ന് പറയുന്ന ആൾക്കാർ വേറെ. ഏവം ബഹവോ വിപ്രതിപന്ന യുക്തിവാക്യ തദാഭാസ സമാശ്രയാ, അങ്ങനെ പല യുക്തി ആഭാസങ്ങളും അഭിപ്രായങ്ങളും ഗോഷ്ഠികളും തോന്നിയതുപോലെ പറയുന്നതുമായ പല സ്കൂൾസ് അവർ പറയുന്നത് ശരിയാണെന്നും അവർ പറയുന്നത് ഇതിനപ്പുറം വേറെ ഒന്നുമില്ല എന്നും സമർത്ഥിക്കുന്നതാണ്. ഒരു വിഭിന്ന മതങ്ങൾ മാത്രമല്ല, ഒരേ മതത്തിനകത്തുള്ള ഭിന്നങ്ങളായ സ്കൂൾ ഓഫ് തോട്ട്സ് നമ്മൾ പറയുന്ന രീതിയിൽ വന്നാലേ നിങ്ങൾക്ക് മോക്ഷം കിട്ടൂ, അല്ലെങ്കിൽ ഇതാണ് യഥാർത്ഥ ശരിയായ മാർഗം എന്ന് പറയുന്നവരാണ്. തത്ര അവിചാര്യം യത് കിഞ്ചിത് പ്രതിപദ്യമാനോ നിശ്രേയസാത് പ്രതിഹന്യേതാർത്ഥം ചെയ്യാത് തസ്മാത് ബ്രഹ്മജിജ്ഞാസോപന്യാസമുഖേന വേദാന്തവാക്യമീമാംസാം തദ് വിരോധിതർക്കോപകരണ നിശ്രേയസ പ്രയോജന പ്രസ്തുയത. അപ്പോൾ അത് എന്തുകൊണ്ട് നമ്മൾ ബ്രഹ്മജിജ്ഞാസ ചെയ്യുന്നു എന്ന് പറയാണ്. ഭിന്നങ്ങളായ ഒരുപാട് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്, ആൾക്കാരെ വഴിതെറ്റിക്കുന്ന, ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യുന്ന, ആൾക്കാരെ മോഹിപ്പിക്കുന്ന പലതരം ഫിലോസഫികളും പലതരം അനുഷ്ഠാനങ്ങളും പലതരം രീതികളും ഈ ലോകത്തുണ്ട്. അപ്പം അതുകൊണ്ട് ശരിക്കെന്താണ്, ശരിക്കുള്ള നിങ്ങളുടെ ആത്മാവ് എങ്ങനെ ഇരിക്കുന്നു, ആ ആത്മാവിനെ എങ്ങനെ അറിയണം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ബ്രഹ്മജിജ്ഞാസ ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ സൂത്രം അവസാനിക്കുകയാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.